കലിയുടെ അവകാശി ഭാഗം 5. അപ്പോൾ ദേവിക ആരാണ്? അർജുന്റെ മനസ്സിൽ ആ ചോദ്യം മാത്രം. അമ്മ സാവിത്രി അവന്റെ മുന്നിൽ നിൽക്കുകയായിരുന്നു. അമ്മേ, ദേവികയുടെ അച്ഛനെ കുറിച്ച് എന്താണ് നിങ്ങൾക്ക് അറിയാവുന്നത്? സാവിത്രി കണ്ണുകൾ താഴ്ത്തി. ഇപ്പോൾ അതൊന്നും നീ അറിയണ്ട, എനിക്കറിയണം. അർജു, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നത്. അവൻ്റെ ശബ്ദം വിറച്ചു. അവളെ സ്നേഹിക്കുന്നതിന് മുമ്പ് അവൾ ആരാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഇപ്പോൾ അവളെ വിട്ടുകൊടുക്കാനും എനിക്ക് കഴിയുന്നില്ല. സാവിത്രി അവനെ നോക്കി. അതാണ് പ്രശ്നം. എന്ത് പ്രശ്നം? നീ അവളെ എത്രത്തോളം സ്നേഹിക്കുന്നുവോ അത്രയും വേദനിക്കേണ്ടി വരും. അർജുൻ ഒന്നും പറഞ്ഞില്ല. അമ്മേ, ദേവികയുടെ അച്ഛൻ ആരായിരുന്നു? സാവിത്രിയുടെ കണ്ണുകളിൽ പഴയൊരു ഓർമ്മയുടെ നിഴൽ. അവൻ്റെ പേര് അവൻ നിർത്തി. പറയൂ അമ്മേ. രാമചന്ദ്രൻ. അർജുൻ ഞെട്ടി. രാമചന്ദ്രൻ? അതെ, അദ്ദേഹത്തെ നിങ്ങൾക്ക് അറിയാമായിരുന്നു. സാവിത്രി പതുക്കെ തലകുനിച്ചു. വളരെ നന്നായി. എങ്ങനെ? അവൾ മറുപടി പറയുന്നതിന് മുമ്പ് പുറത്തു നിന്ന് രാഘവന്റെ ശബ്ദം. സാവിത്രി! അവൾ ഞെട്ടി. നീ ഇവിടെ എന്താണ് ചെയ്യുന്നത്? രാഘവൻ മുറിയിലേക്ക് വന്നു. അർജുൻ അച്ഛനെ നോക്കി. അച്ഛാ, രാമചന്ദ്രൻ ആരായിരുന്നു? രാഘവന്റെ മുഖം പെട്ടെന്ന് മാറി. ആ പേര് നിനക്ക് ആരാണ് പറഞ്ഞത്? അമ്മ. രാഘവൻ സാവിത്രിയെ നോക്കി. അവൾ മിണ്ടാതെ നിന്നു. നീ എന്റെ വാക്ക് അനുസരിക്കണം അർജു. എന്ത്? ദേവികയിൽ നിന്ന് അകന്നു നിൽക്കണം. അർജുൻ ദേഷ്യത്തോടെ പറഞ്ഞു. അതൊരിക്കലും നടക്കില്ല. രാഘവൻ അവന്റെ അടുത്തേക്ക് വന്നു. നിനക്കറിയാത്ത കാര്യങ്ങളാണ് ഇതിന് പിന്നിൽ. അപ്പോൾ പറഞ്ഞു തരൂ. പറയാൻ കഴിയില്ല. എന്തുകൊണ്ട്? രാഘവൻ കുറച്ചു നിമിഷം അവനെ നോക്കി. പിന്നെ പതുക്കെ പറഞ്ഞു. കാരണം സത്യം പുറത്തു വന്നാൽ നീ നിന്റെ അച്ഛനെ വെറുക്കും. അർജുൻ ഞെട്ടി. എന്താണ് അച്ഛൻ ചെയ്തിരുന്നത്? രാഘവൻ ഒന്നും പറഞ്ഞില്ല. അതേസമയം ദേവികയുടെ വീട്ടിൽ അവൾ കിടക്കയിൽ ഇരിക്കുകയായിരുന്നു. അമ്മ പറഞ്ഞ വാക്കുകൾ അവളുടെ മനസ്സിൽ മുഴങ്ങുന്നു. അർജുനെ മറക്കണം. എന്തുകൊണ്ടാണ് അമ്മ അങ്ങനെ പറഞ്ഞത്? അവൾക്ക് മനസ്സിലാകുന്നില്ല. അവൾ ഫോൺ എടുത്തു. അർജുന്റെ പേര് സ്ക്രീനിൽ. വിളിക്കണോ? അവൾ വിളിച്ചു. 1 റിങ്, 2 റിങ്. അർജുൻ ഫോൺ എടുത്തു. ഹലോ. അവന്റെ ശബ്ദം കേട്ടപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അർജുൻ, എന്താ? നീ എന്നെ വിട്ടു പോകില്ലല്ലോ? അവൾ കുറച്ചു നേരം മിണ്ടാതെ നിന്നു. എന്താണിപ്പോൾ അങ്ങനെ ചോദിക്കാൻ കാരണം? ഒന്നുമില്ല. ദേവിക, എനിക്ക് നിന്നോട് കാര്യം പറയാനുണ്ട്. പറ, നിന്റെ അച്ഛനെ കുറിച്ച്. ദേവികയുടെ ശ്വാസം ഒരു നിമിഷം നിന്നുപോയി. എന്റെ അച്ഛനെ കുറിച്ച് എന്ത്? അമ്മ പറഞ്ഞു. അർജുൻ വാക്കുകൾ നിർത്തി. അവൻ എന്താണ് പറയേണ്ടതെന്ന് മനസ്സിലായില്ല. എന്താണ് പറഞ്ഞത്? നിന്റെ അച്ഛനും എന്റെ അച്ഛനും തമ്മിൽ പഴയൊരു ബന്ധമുണ്ടായിരുന്നെന്ന്. ദേവിക മിണ്ടാതെയായി. അവളുടെ കണ്ണുകളിൽ പേടി. നിനക്ക് എന്തെങ്കിലും അറിയാമോ? ഇല്ല. അമ്മയോട് ചോദിച്ചു. എന്ത് പറഞ്ഞു? ദേവിക കുറച്ചു നേരം മിണ്ടിയില്ല. പിന്നെ പതുക്കെ പറഞ്ഞു. അമ്മ എന്നോട് നിന്നെ മറക്കാൻ പറഞ്ഞു. അർജുൻ ഞെട്ടി. എന്ത്? അതെ. എന്തിനെന്ന് പറഞ്ഞു? ഇല്ല. നീ എന്നെ മറക്കുമോ? ദേവിക കരഞ്ഞുകൊണ്ട് പറഞ്ഞു. എനിക്ക് കഴിയില്ല. അർജുന്റെ കണ്ണുകൾ നിറഞ്ഞു. എനിക്കും. പിറ്റേന്ന് രാവിലെ ദേവികയുടെ അമ്മ പഴയ അലമാര തുറന്നു. അതിനുള്ളിൽ ഒരു പഴയ തുണിപ്പൊതി. അവൾ അത് പുറത്തെടുത്തു. കുറച്ചു നേരം അതിലേക്ക് നോക്കി നിന്നു. പിന്നെ തുറന്നു. അതിനുള്ളിൽ ഒരു പഴയ ഫോട്ടോ. ഫോട്ടോയിൽ ഒരു യുവതി. അവളുടെ അരികിൽ ഒരു പുരുഷൻ. അവന്റെ കയ്യിൽ ഒരു കുഞ്ഞ്. സുഭദ്രയുടെ കണ്ണുകളിൽ കണ്ണുനീർ. രാമചന്ദ്ര, അവൾ പതുക്കെ പറഞ്ഞു. അപ്പോഴാണ് ദേവിക പിന്നിലെത്തിയത്. അമ്മേ! സുഭദ്ര ഞെട്ടി. ഫോട്ടോ കയ്യിൽ നിന്ന് താഴേക്ക് വീണു. ദേവിക അതെടുത്തു. ഇതാരാ? സുഭദ്ര മിണ്ടിയില്ല. അമ്മ, അത് തിരികെ വെക്കൂ. ഇത് അച്ഛനാണോ? സുഭദ്ര കണ്ണുകൾ അടച്ചു. അതെ. ദേവിക ഫോട്ടോ ശ്രദ്ധിച്ചു നോക്കി. അച്ഛന്റെ അരികിൽ നിന്നിരുന്ന ആ പുരുഷനെ അവൾക്ക് പരിചയമില്ല. ഇവൻ ആരാണ്? സുഭദ്രയുടെ മുഖം വെളുത്തു. അത് അവൾ പറയാൻ മടിച്ചു. പറയൂ അമ്മേ. മംഗലത്ത് രാഘവൻ. ദേവിക ഞെട്ടി. അർജുന്റെ അച്ഛനോ? സുഭദ്ര തല കുനിച്ചു. ദേവികയുടെ കയ്യിൽ നിന്ന് ഫോട്ടോ താഴേക്ക് വീണു. അവർക്ക് അച്ഛനുമായി എന്താണ് ബന്ധം? സുഭദ്ര കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അതെനിക്ക് പറയാൻ കഴിയില്ല. എനിക്കറിയണം. ഇല്ല, എന്റെ ജീവിതത്തെക്കുറിച്ചുള്ള കാര്യമല്ലേ? സുഭദ്ര മകളെ ചേർത്ത് പിടിച്ചു. ദേവു, നീ എത്രയും പെട്ടെന്ന് ഈ ബന്ധത്തിൽ നിന്ന് മാറണം. എന്തിന്? അവൾ അമ്മയുടെ കൈ മാറ്റി. എനിക്ക് അർജുന് സ്നേഹമാണ്. അവൻ നിന്റെ ജീവിതത്തിന് ശരിയായ ആളല്ല. അത് ഞാൻ തീരുമാനിക്കും. അല്ല മോളെ. സുഭദ്രയുടെ കണ്ണുകൾ നിറഞ്ഞു. നീ അറിയാത്തൊരു സത്യമുണ്ട്. ദേവിക നിശബ്ദമായി. എന്ത് സത്യം? സുഭദ്ര അവളെ നോക്കി. വർഷങ്ങളായി ഹൃദയത്തിൽ അടച്ചു വെച്ചിരുന്ന വാക്കുകൾ പുറത്തു വരാൻ തുടങ്ങി. നിന്റെ അച്ഛന്റെ മരണത്തിന് പിന്നിൽ. അവൾ പെട്ടെന്ന് നിർത്തി. ദേവികയുടെ കണ്ണ് വലുതായി. എന്ത്? സുഭദ്രയുടെ ചുണ്ടുകൾ വരച്ചു. നിന്റെ അച്ഛന്റെ സ്വാഭാവികമായിട്ടുള്ള മരണമല്ല. ദേവിക ഞെട്ടി. അമ്മേ, അദ്ദേഹം മരിച്ച രാത്രിയിൽ. സുഭദ്ര കരഞ്ഞു. മംഗലത്ത് തറവാട്ടിൽ നിന്നൊരാൾ അവിടെ ഉണ്ടായിരുന്നു. ദേവികയുടെ മുഖം മാറി. ആരായിരുന്നു? സുഭദ്ര മറുപടി പറയുന്നതിന് മുമ്പ് പുറത്തൊരു ശബ്ദം. ദേവിക. അവർ രണ്ടുപേരും തിരിഞ്ഞു നോക്കി. വാതേക്കൽ അർജുൻ. അവൻ അവസാനത്തെ വാക്കുകൾ കേട്ടിരുന്നു. ദേവികയുടെ അച്ഛന്റെ മരണത്തിന് പിന്നിൽ. അവൻ അമ്മയെയും ദേവികയെയും നോക്കി. എന്റെ വീട്ടിൽ നിന്നൊരാൾ ഉണ്ടായിരുന്നോ? സുഭദ്രയുടെ മുഖം ഭയത്തോടെ നിറഞ്ഞു. അർജുൻ പതുക്കെ ചോദിച്ചു. ആരായിരുന്നു? തുടരും.